ഇന്ന് ഞങ്ങളുടെ സ്പ്രിംഗ് ഗാർഡൻ്റെ ഒരു ക്വിക്ക് ടൂർ തരാം. ഇവിടെ എൻ്റെ പുറകെ നിൽക്കുന്ന ഈ മരം ഇത് പീച്ചാണ്. ഫുള്ള് ബ്ലൂം ചെയ്ത് ഇപ്പോൾ ഇലയും വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാനിവിടെ എൻ്റെ പുറകിൽ ഈ സൈഡിലുള്ളത് ഉണ്ട്, ഒരു നല്ല ഇങ്ങനെ യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു തരം ബുഷാണ്. ഇതിൽ നിന്നിപ്പം ലീഫ് വരാൻ തുടങ്ങി. ഇതാദ്യം പൂവിട്ട് ഫുള്ള് പൂവാണ് ഇതേ വരുന്നത്. അപ്പം നല്ല രസമാണ്. ഇങ്ങനെ ചെറിയ കമ്പുകളെ കൂടെ നിറച്ചും പൂവായിട്ടാണ് നിൽക്കുന്നത്. നല്ല കാറ്റാണ്. ഇപ്പം നമുക്കിവിടെ ഒരു വിൻമില്ല് പോലത്തെ ഒരു സാധനമുണ്ട്. ഇത് ജസ്റ്റ് കാറ്റിൻ്റെ ഡിറക്ഷനും പിന്നെ എന്തോരം സ്പീഡിലാണ് കറങ്ങുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി അറിയാൻ പറ്റും കാറ്റ് അങ്ങോട്ടേക്കാണ് വീശുന്നതെന്നും. അത് വെറുതെ ഒരു ഓർണമെൻ്റലായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ വീഡിയോയിൽ കാണാമെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല സ്പീഡിലാണ് സ്പിൻ ചെയ്യുന്നത്. പക്ഷേ വീഡിയോയിൽ അത് കാണിക്കുമ്പം വലിയ കാര്യമായിട്ട് സ്പിൻ ചെയ്യുന്നില്ലാത്ത പോലെയാണ് തോന്നുന്നത്. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഇവിടെ നട്ടു വളർത്തിയ സീഡിൽ നിന്ന് നട്ടു വളർത്തിയ ആസ്പാരഗസ് കാണിച്ചു തരാം. ഇപ്പോൾ ഈ കൊല്ലം ഇത് 2ാം കൊല്ലമായി. ഇത് ഓവർ വിൻ്റർ ചെയ്ത് ഇപ്പോൾ വന്നേക്കുന്നതാണ്. ഇതുണ്ടോ? ഇപ്പം ഞങ്ങൾ കുറേ എണ്ണം ഇങ്ങനൊരു റോ മൊത്തം ഞങ്ങളങ്ങനെ നട്ടിട്ടുണ്ട്. ഇതുണ്ടോ? കഴിഞ്ഞ കൊല്ലത്തെ വളർച്ചയാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇത് മൊത്തം നമ്മൾ മുറിച്ച് മാറ്റും, ഈ ഉണങ്ങിയ ഭാഗം മാത്രം. പക്ഷേ ഇതുണ്ടോ, ഈ പുതിയ ഷൂട്ട്സ് വരുന്നുണ്ട്. ഇപ്പോൾ രണ്ട് പുതിയ നല്ല സ്ട്രോങ് ഷൂട്ട്സ്. അത് ഇപ്പം ഏതാണ്ട് 1-2 ആഴ്ചയ്ക്കുള്ളിലാണ് ഇത്രയും പൊക്കം വെച്ച് പെട്ടെന്ന്. അപ്പോൾ ഇനിയിപ്പം ഇതിൻ്റെ അകത്തോടെ പോയിട്ട് ബാക്കിയുള്ളതെല്ലാം ഒന്ന് മാറ്റും. നമ്മളിവിടെ മൾച്ചിൻ്റെ അകത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പം അതൊരു നല്ലൊരു ബാരിയറും കൂടെയാണ്. അതായത് പുല്ല് കയറാതിരിക്കാൻ വേണ്ടിയുള്ള ബാരിയറും, പിന്നെ അതുപോലെ ഇതിന് ഇച്ചിരി ഫെർട്ടിലൈസിങ് എല്ലാം നിൽക്കുകയും ചെയ്യും. പിന്നെ വിൻ്ററിൽ അതിൻ്റെ റൂട്ട് സിസ്റ്റം ഡാമേജ് ആകാതിരിക്കാനും നല്ലതാണ്. എന്താ വേര് കാണാമോ ഇവിടെ? ഓ വാ, അതിൻ്റെ അത് മൂടിയിട്ടേരെ. കാരണം ഇനിയും 1-2 തണുപ്പുള്ള ദിവസമുണ്ട്, ഫ്രീസില്ല. ഈ അസ്പാരഗസ് ആക്ച്വലി മണ്ണിന്റെ അടിയിലിരിക്കുന്ന എല്ലാ അസ്പാരഗസും വെള്ള കളറാണ്. അതിന് മൂടിയിടുന്നല്ലേ അവർ കംപ്ലീറ്റ്ലി മണ്ണിനകത്ത് മൂടിയിട്ട് കഴിഞ്ഞാൽ വെളുത്ത് ഈ ഷൂട്ട് മൊത്തം വെളുത്ത് വരും. അതിന് ആക്ച്വലി നല്ല വിലയാണ്. യൂറോപ്പിലൊക്കെ അവര് ഒരു ഡെലിക്കസി അത്. ഓക്കെ, ഇതിനി നമ്മൾ ഈ കൊല്ലം ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നില്ലല്ലോ, ഇനി 3rd ഇയറിലല്ലേ ചെയ്യുള്ളൂ. കാരണം 2nd ഇയർ 3rd ഇയർ മുതൽ അതിൻ്റെ സ്ട്രോങ്ങസ്റ്റ് ഗ്രോത്ത് വരുന്നത്. ഇതിപ്പോൾ ഭയങ്കര തിന്ന. ഇനി അടുത്ത കൊല്ലം മുതൽ നല്ല തിക്ക് ഷൂട്ട്സ് വരും. നമുക്കിവിടെ ഒരു എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 ചോടുണ്ട്. ഇതുണ്ട്, അവിടെ വരെ ഉണ്ട് 8 ചോട് ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനിടയ്ക്കുന്ന കാട് കുറച്ച് മാറ്റണം, പക്ഷേ അത് മളിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് കുറേ എളുപ്പമുണ്ട്. ഇപ്പോൾ ഇത് പലതരം ലില്ലി, അതുപോലെ ഡാഫഡിൽ, ഐറിസ് അങ്ങനത്തെ ടൈപ്പ് ചെടികളുടെ സീസണാണ്. അപ്പം നമുക്ക് പലയിടത്തും ഇതിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട്, കിഴങ്ങുകൾ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ എല്ലാം കിടന്ന് ഇതിങ്ങനെ മുളച്ച് വരും. നല്ല രസമാണ് ഇതിൻ്റെ ഫ്ലവർ വന്ന് കഴിയുമ്പോൾ കാണാൻ. ഞാൻ വേറെ കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ ഗോജിബെറിയാണ്. ഇതിപ്പോൾ ചെറിയ ഒരെണ്ണമാണ്. ഞങ്ങൾക്ക് ചെറിയൊരു കമ്പയിൽ നിന്ന് ഞങ്ങൾ തുടങ്ങിയതാണ്. ഇതിപ്പോഴും ഏതാണ്ട് 10 ഇഞ്ചിൻ്റെ താഴെ ഉള്ളൂ. പക്ഷേ ഏതായാലും ഇത് ഇപ്പോൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 2ാമത്തെ കൊല്ലമായി. അപ്പോൾ ഇത് ഞങ്ങൾ ഓവർ വിൻ്റർ ചെയ്തിട്ട്, ഇത്രയും ഈ അസ്ഥികൂടം പോലെ നിൽക്കുന്ന സാധനം ഓവർ വിൻ്റർ ചെയ്തിട്ട് ഇപ്പോൾ കണ്ടോ തിരിച്ച് നന്നായിട്ട് സ്പ്രിങ് ബെയറിൽ തുടങ്ങിയതേ ഉള്ളൂ. അന്നേരത്തേക്ക് നന്നായിട്ട് ഇലയെല്ലാം വന്ന് ഇവനിവിടെ എസ്റ്റാബ്ലിഷായി. ഇനിയിപ്പം ഇവനെ ഇവിടെ നിന്ന് പറിച്ച് മാറ്റണം എന്നും കൊണ്ടാണ് ഞങ്ങൾ. അപ്പോൾ വലിയ ചോട് വലുതായിട്ട് അങ്ങ് എടുത്തിട്ട് അതേപടി എടുത്ത് മാറ്റണം. പക്ഷേ ഇതിപ്പം നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ചെറിയൊരു ട്രീ ആണ്. ഈ കാണുന്നത് ഞങ്ങളുടെ ചെറിയൊരു വാഴയാട്ടോ. ഇതിപ്പം 3ാം കൊല്ലമാണ്. ഇവിടെ ഒക്ലഹോമയിൽ വാഴ പൊതുവെ പിടിക്കുകയില്ല. ഇത് നമുക്ക് സമ്മറിൽ മാത്രം കാണാനും പിന്നെ ഇലയെടുക്കാനേ കൊള്ളുള്ളൂ. അപ്പം ഇതിപ്പം 3ാം കൊല്ലമാണ് ഞങ്ങളിവിടെ ഈ വാഴയുടെ എന്നതാ കിഴങ്ങ് എന്നാ അതിന് പറയുന്നത്? എനിക്കറിയില്ല എന്നാ അതിന് പറയുന്നത്. വാഴയുടെ കോഴമെന്നാണോ, പപ്പോ കോഴമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം ഇട്ടിട്ടാണ് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഒരുതരം കല്ലുവാഴയാണ്. മൂസ ബാജു എന്നും കണ്ടാണ് ഇതിൻ്റെ പേര്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഏതായാലും ഇവനെ ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച് നട്ടേക്കുന്നതാണ്. അപ്പം
കഴിഞ്ഞ കൊല്ലം എനിക്ക് തോന്നുന്നു 2 ചുവടുണ്ടായിരുന്നു. ഇതിപ്പം 3-ാം കൊല്ലം ആയപ്പോഴത്തേക്ക് എന്താ നമുക്ക് ഈ നേരം ആയപ്പോഴത്തേക്ക് ഒരു ചുവട് ഓൾറെഡി പൊങ്ങി. ഇനിയിപ്പം വേറെ ഉണ്ടാവും ഇവിടെ തന്നെ. ഇനി ഇതൊന്ന് ഇവിടെ നിന്ന് ഇച്ചിരി ഒന്ന് കിളച്ചെടുത്ത് നമുക്ക് ഇച്ചിരി കോഴിവളമൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പം നല്ല രസമായിരിക്കും. ഞങ്ങൾ ഇതിൻ്റെ അപ്ഡേറ്റ് പിന്നീട് ഇടാം. ഇതാ ഞങ്ങളുടെ ബ്ലാക്ക്ബെറി. ഇതിപ്പം 3-ാം കൊല്ലമാണ്. നല്ല വലിയ ബ്ലാക്ക്ബെറിയാണ്. ഏതാണ്ട് ഈ മുഴുപ്പ് വരും. ഇതുണ്ടോ, ഇത് ഓൾറെഡി ഇതിൽ ഇല വന്ന് തുടങ്ങി സ്പ്രിങ് ആയപ്പോഴത്തേക്ക്. ഇത് 2-ാം കൊല്ലത്തെ കമ്പേന്നാണ് ഇത് പൂത്തിട്ട് ബെറി ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് ബ്ലാക്ക്ബെറി ഉണ്ടെങ്കിൽ അത് വെട്ടി മാറ്റില്ല. അത് എന്താ കായ്ച്ചു കഴിഞ്ഞതിന് ശേഷം അത് വെട്ടി മാറ്റാവുള്ളൂ. അല്ലെങ്കിൽ 1-ാം കൊല്ലം ഉള്ള ഷൂട്ടിൽ നിന്ന് ഉണ്ടാകുകയില്ല, 2-ാം കൊല്ലത്തേന്നേ ഉണ്ടാവുള്ളൂ. ഇതുണ്ട്, ഇതിൻ്റെ ചോടുന്ന് നോക്കിക്കേ എന്നാ തിക്കായെന്ന്. ഇതിപ്പം ഇവിടെ 3-ാമത്തെ കൊല്ലമല്ലേ നമുക്ക്. ഇതുണ്ട് 3-ാം കൊല്ലം ആയപ്പോഴത്തേക്ക് നല്ല തിക്ക് ചോടാ. പിന്നെ ഇത് ഇതുണ്ടോ, ഇതിന്ന് വേരേന്ന് മുളച്ച് വരും കേട്ടോ. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാനും ഇച്ചിരി പാടാണ്. അപ്പം നന്നായിട്ട് നമ്മൾ വെട്ടി ഒരുക്കി നിർത്തണം എല്ലാ കൊല്ലവും. പിന്നെ വേണ്ടാത്ത കഷ്ണങ്ങൾ നമ്മൾ മുറിച്ച് മാറ്റണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതുണ്ടോ, ഇത് ഉണങ്ങിയതാണോ അല്ലയെന്ന് നമുക്ക് വിൻ്ററിൽ മിക്കവാറും പറയാൻ പറ്റിയല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് സ്പ്രിങ്ങിൽ ഇത് തിരിച്ചു വന്ന് കഴിയുമ്പോഴാണ് ഞങ്ങൾ ഇതിൻ്റെ വേണ്ടാത്ത ഷൂട്ടുകളെ വെട്ടി മാറ്റുന്നത്. കണ്ടോ, ഇത് ഉണങ്ങിപ്പോയി, ഇത് പഴയതാണ്. ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരണം പഴയത്. ഇതുണ്ടോ, ഇതിലൊന്നും ഇലയൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പം ഇത് മൊത്തം ഇലയായതിന് ശേഷം ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കടെ വന്നിട്ട് പഴയതങ്ങ് മുറിച്ച് മാറ്റും. ഇത് ഞങ്ങളുടെ റാസ്ബെറിയാണ്. ഞങ്ങൾ ഇതിൻ്റെ ടാഗ് അതേ തന്നെ ഇട്ടിട്ടുണ്ട്. ഇത് 2-ാം കൊല്ലമാണ്. ഇത് വാദം റാസ്ബെറി എന്നാണ് ഇത് എഴുതിയേക്കുന്നത്. ഏതായാലും ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം കുറച്ച് ബെറി ഇതെന്ന് പറിച്ചു. അപ്പോൾ ഇത് കണ്ടിട്ട് ഇത് ഉണങ്ങിയ മട്ടല്ലേ. പക്ഷേ ഇത് ഏകദേശം ഉണങ്ങി പോയതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇതേന്നൊന്നും ഉണ്ടാവുന്ന ചാൻസ് ഇല്ല. പക്ഷേ എന്നാലും നിങ്ങൾ വിചാരിക്കും ഇത് പോയെന്ന്. പക്ഷേ ഇതിൻ്റെ ചോട് മൊത്തം റാസ്ബെറി. ഇതുണ്ടോ, ഇവിടെ ഒരെണ്ണം പുതിയത് വരുന്നുണ്ട്, മുള്ളുണ്ട്, സൂക്ഷിക്കണം. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെയുണ്ട്. ഇതുണ്ട്, ഇങ്ങോട്ട് മാറി ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചോട് വരുന്നുണ്ട്, ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേരേന്ന് ഇവനങ്ങ് സ്പ്രെഡ് ചെയ്ത് ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഈ ഏരിയ മൊത്തം ഞങ്ങൾ ഇവിടെ കണ്ടെയ്ൻ ചെയ്ത് നിർത്താനാണ്. അപ്പം ഇവിടെ മൊത്തം റാസ്ബെറി ഇനി പൊങ്ങി വരും. നല്ല രസമായിരിക്കും ഇവിടെ കാണാൻ. അപ്പോൾ ഞങ്ങൾ ഇവിടെയും മൾച്ചിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇനി പുല്ല് കയറി വരാതിരിക്കാനുള്ള ഒരു ടെക്നിക്കാണത്. ഇനിയും ഞങ്ങൾ അഡീഷണൽ ലെയറിങ് ചെയ്യും. അതോടൊപ്പം തന്നെ വീഡ് വാക്കർ വെച്ചിട്ട് ഞങ്ങൾ ഇനി പുല്ല് ഉണ്ടാകാതിരിക്കുകയല്ല, ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾ വെട്ടിക്കളയും. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഉണങ്ങി കിടക്കുന്നത് ഇത് മൊത്തം വലിച്ച് മാറ്റാനുള്ളതാണ്. പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ അടിയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതിൻ്റെ അടിയിൽ മൊത്തം മിൻ്റാണ്. ഇതിനെ ഒരെണ്ണം ഒടിച്ചെടുക്കാം. ഇതുണ്ടോ, ഇത് മിൻ്റാണ്, നല്ല പെപ്പർമിൻ്റാണ് സാധനം, നല്ല സ്ട്രോങ് മണമാണ്. ഇത് ഞങ്ങൾ ഇതുണ്ട് ഈ ഒരു ഏരിയക്കകത്ത് കണ്ടെയ്ൻ ചെയ്തേക്കുക. ഇത് വളരെ ഇൻവേസീവ് ആയിട്ടുള്ള ഒരു ചെടിയാണ്. അപ്പം ഇതിവിടെ ഉണ്ടായിക്കഴിഞ്ഞ് എസ്റ്റാബ്ലിഷ് ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഇത് എല്ലാ കൊല്ലം വന്നുകൊണ്ടിരിക്കും. അപ്പം ഈ കൊല്ലം ഞങ്ങൾ പൊതുവെ സ്പ്രിങ്ങിലാണ് ഇവിടെ ക്ലീൻ ആക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം ഇതെല്ലാം കരിഞ്ഞുണങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ വേരേന്ന് സർവൈവ് ചെയ്ത് കിട്ടാനും പാടാണ് നമ്മൾ ആ നേരത്തെ ക്ലീൻ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത് മൊത്തം ഇതിനിടയ്ക്കടെ വന്ന് ഞങ്ങൾ ക്ലീനാക്കി ഈ ഇലയെല്ലാം എടുത്ത് മാറ്റും. ഇവിടെ നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് കാറ്റ് കണ്ടുള്ള ഇലയും ഏതാണ്ട് ടേപ്പും ട്രാഷ് എല്ലാം പറത്തിക്കൊണ്ട് വരും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സോണിൽ തിരിച്ചു വരേണ്ടതല്ല. ഇവിടെ ഇത് പെറേനിയൽ എന്നാണ് പറയുന്നത്. അതായത് എല്ലാ കൊല്ലവും വിന്ററിൽ ഇത് ചത്തുപോകും. അത് കഴിഞ്ഞ് തിരിച്ച് അടിയിന്ന് വേരേന്ന് അതിനേക്കാളും സ്ട്രോങ്ങർ ആയിട്ട് വരും. ഇത് ഞങ്ങളുടെ ഫ്രണ്ട് യാർഡാണ്. ഇവിടെ നമുക്ക് കുറെ റോസും കുറെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ചെടികളാണ്. ഇതിപ്പം വിന്റർ ടൈമിൽ ഇതെല്ലാം കരിയാണ് നിൽക്കുന്നത്. പക്ഷെ ഇത് ഓൾറെഡി ഇതേന്ന് തിരിച്ചു വരാൻ തുടങ്ങി. ഇലകളൊക്കെ തിരിച്ചു വരാൻ തുടങ്ങി. ഇത് എന്ത് വെറൈറ്റി ആണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഓരോ ഷബ്ബ. അതെ, പലതരം ഷബ്സ് ആണ്. നമ്മൾ ഡെക്കറേറ്റീവ് ആയിട്ട് വെക്കുന്നതാണ്. പേര് അറിയാൻ പറ്റും. ഒരു ആപ്പ് ഉണ്ട്. എല്ലാം ചെടിയിലോട്ടൊന്ന് പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു തരും. പിന്നെ നമുക്ക് ഇതിന്ന് വേറെ ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടാകുന്ന ടൈപ്പ് സാധനമൊന്നും അല്ല. അതുകൊണ്ട് ബെറി ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. വെറുതെ ഡെക്കറേഷൻ ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇത് എല്ലാ കൊല്ലവും തിരിച്ചു വരും. ഇനി ഇത് സ്പ്രിംഗിൽ മാത്രമേ ഉള്ളൂ. ഇത് ഡാഫഡിലാണ്. ഇത് ബൾബേന്നാ വരുന്നത്. ഇതിന് ഓരോ ബൾബാണ് അടിയിലുള്ള, അതിന്ന് വരും. അപ്പൊ എല്ലാ കൊല്ലം ഇത് ഒരു സമ്മർ ആകുമ്പോഴത്തേക്ക് ഇതൊരു കുറച്ചാഴ്ചത്തെ ലൈഫേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഇത് മൊത്തം ഡൈ ഡൗൺ ചെയ്യും. അത് കഴിഞ്ഞാൽ അടിയിൽ പിന്നെ റെസ്റ്റ് തിയർ ഇതിന്റെ കിഴങ്ങ് ഇത് എക്സ്പാൻഡ് ചെയ്ത് ഇത് ഇവിടെ എല്ലാം ആകും.
അപ്പം ഇത് ഇവിടെ വേണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കുറെ കിഴങ്ങുകൾ എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ബൾബ് ഇവിടെ സ്പ്രെഡ് ചെയ്ത് ഇത് ഇവിടെ മൊത്തം ആകും. പക്ഷെ നല്ല രസമാണ് ഇത്, കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവനെ പിന്നീട് വർഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവനെ കാണിയല്ല. ഇതിന്റെ ഈ ഉള്ളി പോലത്തെ ഈ ഇല മൊത്തം അങ്ങ് ഉണങ്ങി അവിടെ കിടക്കുകയുള്ളു. പിന്നെ അത് അങ്ങ് ഈസി ആയിട്ട് അങ്ങ് വലിച്ചു മാറ്റാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ ഫ്രണ്ടില് നമ്മൾ ഒരുപാട് ഡാഫഡിലും പിന്നെ കുറച്ച് ഐറസും ഉണ്ട്. ഇവിടെ നമ്മൾ കുറെ ഐറസ്, നമ്മുടെ ഒരു നെയ്ബർ ഫ്രീ ആയിട്ട് കുറെ ഐറസ് ബൾബുകൾ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് അത് കുറച്ചെണ്ണം പൊക്കിക്കൊണ്ട് വന്ന് ഞങ്ങൾ അവനെ ഇവിടെ നട്ടു. എന്താ ഈ കാണുന്ന ഐറസ് ബൾബുകൾ, ഇത് നല്ല പൂവുണ്ടാവും. എനിക്ക് തോന്നുന്നു ഇതിന് പല കളർ ഉണ്ടെന്ന് തോന്നുന്നു, വെള്ളയും പർപ്പിൾ വെറൈറ്റി മാത്രമേ ഉള്ളൂ. വെള്ളയുണ്ടോന്ന് ഞാൻ നോട്ടീസ് ചെയ്തില്ല കേട്ടോ ലാസ്റ്റ്. ആണോ? ഓക്കെ. പക്ഷെ ഇവിടെയുണ്ട്, നമ്മൾ രണ്ടിടത്തായിട്ട് നട്ടിട്ടുണ്ട്. ഇവിടെ നട്ടായിരുന്നു. ഇതൊരു റോസാ ചെടിയാ. അത് ഞങ്ങളുടെ നെയ്ബറിന്റെ വെള്ള മരങ്ങൾ കണ്ടോ അവിടെ ഫുള്ള് പൂത്ത് നിൽക്കുന്നേ? അത് ഫുള്ള് ഡോഗ്വുഡ് ട്രീ ആണ്. ഇവിടെ പലയിടത്തും ഉള്ളതാണ്. ഒക്ലഹോമയിൽ ഒരുപാടുണ്ട്. ഇത് ഞങ്ങളുടെ പല നെയ്ബേഴ്സിനും ഉണ്ട്, ഞങ്ങൾക്കും ഉണ്ട്. കുറച്ചെണ്ണം ചെറുതാന്നേ ഉള്ളൂ പുറകിലാണ്. പക്ഷെ നല്ല രസമാണ് അത്. വിന്റർ കഴിയുമ്പോൾ, വിന്ററിൽ ഈ മരങ്ങളൊക്കെ നിൽക്കുന്ന പോലെ ഫുള്ള് ഉണങ്ങി നിൽക്കും. അത് കഴിഞ്ഞ് സ്പ്രിങ് ആകുമ്പോഴത്തേക്ക് ഫുള്ള് പൂവാണ് ആദ്യം വരുന്നത്. അത് എന്ത് രസമാണെന്നറിയാം കാണാൻ. ഇതുണ്ടോ ഈ പർപ്പിൾ പൂവുണ്ടോ? ഇത് ആക്ച്വലി ഡോഗ്വുഡ് ട്രീ ആണ്. ഇതിൻ്റെ 2 വെറൈറ്റി ഉണ്ട്. ഡോഗ്വുഡിൻ്റെ വെള്ളയും ഉണ്ട്, പർപ്പിളും ഉണ്ട്. നല്ല രസമാണ് ഇത് മൊത്തം പൂവിട്ട് നിൽക്കുന്നത് കണ്ടു കഴിയുമ്പോൾ. നമ്മളത് ചെറിയ മരങ്ങളാണ് ഇവിടെയുള്ളത്, അതുകൊണ്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ ഉള്ളൂ. നമുക്കിവിടെ പുറകിൽ ചെറിയൊരു കാട് പിടിച്ച ഇച്ചിരി സ്ഥലമുണ്ട്. നമ്മളിതിങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇതിൻ്റെ അകത്ത് മൊത്തം കാടാണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഇത് കാടല്ല. ഇത് ആക്ച്വലി ഇതിൻ്റെ അകത്ത് നല്ല മുള്ളുള്ള ചെടികളാണ്. പക്ഷെ ഇതുണ്ടോ ഈ കാണുന്ന ചെടി, ഇത് വൈൽഡ് ബ്ലാക്ക്ബെറിയാണ്. നിറച്ചും മുള്ളാണ്. വീഡിയോയിൽ നന്നായിട്ട് കാണാമോയെന്ന് അറിയത്തില്ല, പക്ഷേ ഉണ്ടോ മുള്ള് കണ്ടോ? അപ്പോൾ നമ്മൾ പാൻറ്റൊക്കെ ഇടാതെ ഇതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ കാല് മിക്കവാറും ഇഷ്ടം പോലെ മുള്ള് കയറും, അല്ലെങ്കിൽ നന്നായിട്ട് പോറലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പൊതുവേ ഷൂവും പാൻറ്റൊക്കെ ഇട്ടുകൊണ്ടേ ഇങ്ങോട്ട് ഇറങ്ങുള്ളൂ. ഇതുണ്ട് ഇവിടെ ഞങ്ങൾക്ക് വേറെ ഡോഗ്വുഡ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഒരുപാടുള്ള മരങ്ങൾ മൊത്തം ഓക്കാണ് ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന കുറേയൊക്കെ. പിന്നെ കുറച്ച് ഇവിടുത്തെ നേറ്റീവായിട്ടുള്ള വേറെ വൈൽഡ് മരങ്ങളും ഉണ്ട്. കണ്ടോ അതിൻ്റെ കാലിൻ്റെ ചുറ്റും മൊത്തം. ഇതിൻ്റെ ഇടയ്ക്കോടെ ഒന്ന് ചെറിയൊരു വഴി തെളിക്കണം, കാരണം എല്ലാ കൊല്ലവും ഞങ്ങൾ ഇതിൻ്റെ അകത്തോടെ കയറി ഞങ്ങൾ വൈൽഡ് ബ്ലാക്ക്ബെറി പറിക്കുന്നതാണ് ഇവിടെ നിന്ന്. പിന്നെ ഞങ്ങളിവിടെ ഒരു കോമ്പോസ്റ്റ് പൈലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇത് മിക്കവാറും കത്തിക്കേണ്ടി വരും, കാരണം ഇത് കഴിഞ്ഞ കൊല്ലത്തെ ചെടികളുടെ എല്ലാത്തിൻ്റെയും കമ്പെല്ലാം മുറിച്ചിട്ടേക്കുന്നതാണ്. അപ്പോൾ മാർച്ച് ആയപ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും ഫ്ലവേഴ്സും ചെടികളൊക്കെ ബ്ലൂം ചെയ്ത് വന്നിട്ടുള്ളൂ. പിന്നെ കുറേ വൈൽഡായിട്ടുള്ള കുറേ ഫ്ലവേഴ്സും നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ഡാൻഡിലൈൻ കാണിച്ചു തരാം. ഇതാണ് ഡാൻഡിലൈൻ. ഇത് ഇവിടെ കാടാണ്, പക്ഷേ ഇതിൻ്റെ ഇല ആക്ച്വലി ആൾക്കാർ സാലഡിനൊക്കെ കഴിക്കുന്നതാണ്. സാലഡായിട്ടും കഴിക്കാവുന്നതാണ്. പക്ഷേ പൊതുവേ ആൾക്കാർ ഇത് റൗണ്ടപ്പൊക്കെ അടിച്ച് ഇത് വരാതിരിക്കാൻ വേണ്ടി ആൾക്കാരതിനെ കളയും. നമ്മളിവിടെ അങ്ങനത്തെ ഒരു സാധനങ്ങളും യൂസ് ചെയ്യാറില്ല. ഇത് ഫുള്ള് ഇതിൻ്റെ പൂ അങ്ങ് ഫുള്ള് മെച്യൂറായി കഴിഞ്ഞാൽ ഇതുണ്ട് ഏതാണ്ട് ഈ പരുവമാകും. ഇങ്ങനെ കാറ്റത്ത് നമ്മൾ ഊതി വിടുന്ന സാധനം പോലെ. ഇനി അതിൻ്റെ അരി എല്ലായിടത്തും ഇവിടെ ചെന്നാകും. പക്ഷെ നമ്മൾ കോഴികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മളിത് കോഴിക്ക് കൊടുക്കാനും, പിന്നെ അവരെ അഴിച്ചു വിടുമ്പോൾ അവർ വന്ന് ഇതിൻ്റെ ഇലയും പൂവൊക്കെ കഴിച്ചോളും. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം കോഴികളിത് കഴിക്കുന്നത്. ബാ കണ്ട സാധനം ഇടുന്നതിന് മുമ്പേ എല്ലാവരും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുക. ഇവർക്കിത് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഹരം ഇതും കൊണ്ട് ഓടുന്നതാണ്. പക്ഷെ ആരെങ്കിലും ഒരാളത് അകത്താക്കും. അപ്പം വേറെ ഗാർഡൻ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ കാണാം.